ബേട്ടി ബചാവോ ബേട്ടി പഠാവോ, സമഗ്ര ശിക്ഷ അഭിയാൻ, അത് കേരളത്തിൽ അറിയാം, SSA, കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയാസ്, നേഷൻ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾസ്, സുകന്യ സമൃദ്ധി യോജന. ഇതൊക്കെ വെറും പേരുകളല്ല. ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. ഒരു കുറ്റവും അതിനെ പറയാനില്ല. കേരളത്തിന് മാത്രം ഇതൊന്നും വേണ്ടേ വേണ്ട. പദ്ധതികൾ പ്രകാരമുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒരണ കുറയാതെ വേണം, പക്ഷേ പദ്ധതി നടത്തുകയും വേണ്ട. അതിൽ കേന്ദ്രത്തിന്റെ പേര് വയ്ക്കില്ല. എന്നിട്ട് എന്തായി? ഒടുവിൽ തോറ്റുമുട്ടുകുത്തി. ഇതിപ്പോൾ കേരളത്തിന്റെ മാത്രം തീരുമാനമായിരുന്നു എന്നാണ് കരുതിയത്. പക്ഷേ തെറ്റി. ബംഗാളിലെ മമതാ ബാനർജി സർക്കാരും ഈ വഴിക്ക് എന്നതിനും അപ്പുറം കടന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ അരാജകത്വം തന്നെയാണ്. അതിലാണ് ഇപ്പോൾ മമതയ്ക്ക് പണി കിട്ടിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഒരു വിദ്യാഭ്യാസ പരിപാടിയും നേരെ ചൊവ്വയെ നടപ്പാക്കാത്ത മമതയുടെ സംസ്ഥാനത്തെ ഒരു സർക്കാർ സ്കൂളിൽ നടന്ന മമതാ സ്പോൺസേഡ് പരിപാടിയാണ്. ഈ ദൃശ്യങ്ങൾ അരോചകമാണ്. പെൺമക്കളുള്ള നമുക്കൊന്നും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തതാണ്. അതാണ് മമതയുടെ അനുമതിയോടെ ആ സ്കൂളിൽ അരങ്ങേറിയത് ബംഗാളിൽ. സ്കൂൾ വിദ്യാർത്ഥികളുടെ ടവൽ ഡാൻസ് വീഡിയോ വൈറലായോ എന്നതല്ല വിഷയം. കുഞ്ഞുങ്ങളെ കൊണ്ട്, എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത്തരം പേക്കൂത്ത് നടത്തി വിവാദമുണ്ടാക്കിയതിൽ സ്വമേധയെ ഇടപെട്ടിരിക്കുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേസെടുക്കാനും പറഞ്ഞിരിക്കുന്നു. പശ്ചിമ ബംഗാൾ സർക്കാരിനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഇതാ നോട്ടീസും അയച്ചിരിക്കുന്നു. അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് പോലീസ് മേധാവികൾ നിർദ്ദേശം. മുൻ പോലീസ് മേധാവിയെ പുറത്താക്കി പുതിയ പോലീസ് മേധാവിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അടുത്തിടെ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമായി കിട്ടുമെന്നാണ് പ്രതീക്ഷ. പശ്ചിമ ബംഗാളിലെ ഒരു സർക്കാർ സ്കൂളിലാണ് ഈ പെൺകുട്ടികളുടെ ദിൽവാലെ ദുൽഹനിയ ലെ ജായേംഗെ എന്ന ചിത്രത്തിലെ ആ ടവൽ ഡാൻസ് അരങ്ങേറിയത്. മമതയുടെ വിദ്യാഭ്യാസ നയം എത്ര നിലവാരം താണതാണെന്നതിന് ഉദാഹരണമാണ് ഈ ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു. പിന്നാലെ സ്കൂൾ അധികൃതർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ഉയരുകയും ചെയ്തു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട അച്ചടക്കത്തെയും ധാർമ്മികതയും കുറിച്ചുള്ള ചർച്ചകളിലേക്ക് വിവാദം നീണ്ടു. സ്കൂളുകളിൽ ഇത്തരം നൃത്ത പ്രകടനങ്ങൾ കുട്ടികളുടെ അന്തസ്സിനും അവരുടെ മാനസിക വളർച്ചയ്ക്കും വിരുദ്ധമാണെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ എങ്ങനെയാകണം ഒരു പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം എന്നതിന് ഏറെ ഘടകവിരുദ്ധമാണ് മമതാ സർക്കാരിന്റെ ഈ വിദ്യാഭ്യാസ രംഗത്തെ ഈ നീക്കം. വിനോദ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുമ്പോൾ അത് വിദ്യാർത്ഥികൾക്ക് കൂടി അനുയോജ്യമാണോ എന്ന് വിദ്യാർത്ഥികളല്ല, സ്കൂൾ അധികൃതർ ഉറപ്പാക്കണം. അതിലവർക്ക് തെറ്റുപറ്റിയെന്ന് കമ്മീഷൻ വിലയിരുത്തി. സ്കൂൾ അധികൃതരോട് എന്താണ് ഈ സംഭവിച്ചതെന്ന് വ്യക്തമായ റിപ്പോർട്ട് നൽകാൻ കമ്മീഷൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനി ആവർത്തിക്കരുത്. സ്വീകരിച്ച നടപടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടിൽ വ്യക്തമാക്കണം. ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ സ്ഥാനത്തിൽ ഇത്തരം വൈകൃതങ്ങൾ അരങ്ങേറുമ്പോൾ കുട്ടികളെ അല്ല നമ്മൾ പഴിക്കേണ്ടത്, ഈ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെയാണെന്നും അവർക്കെതിരെ നടപടി വേണമെന്നുമൊക്കെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ BJP നേതൃത്വം ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും മമതയുടെ സർക്കാർ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനത്ത്, രാജ്യത്തിൻ്റെ അതിർത്തി സംസ്ഥാനമാണ്. അല്ലാതെ കുട്ടികളെ ഇങ്ങനെ വഴിതിരിച്ചു വിടുന്ന വൈകൃത ഡാൻസുകളല്ല മമതയുടെ സർക്കാരിൻ്റെ ഭൂഷണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കും.